പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ വിഷയം വചന വിശപ്പില്ലായ്മയും പ്രാർത്ഥന ശൂന്യതയുമാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 21-13 മൈ ഹൗസ് വിൽ ബി കോൾഡ് എ ഹൗസ് ഓഫ് പ്രയർ. ആചാരങ്ങളും ചടങ്ങുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തോട് തനിമയിൽ സംസാരിക്കാൻ ഇന്ന് മനുഷ്യർക്ക് സമയമുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. സഭയിൽ കടന്നുകൂടിയ പ്രാർത്ഥന ശൂന്യതയെക്കുറിച്ചൊന്ന് ചിന്തിച്ച്. ഒരു മനുഷ്യന്റെ ജീവന്റെ അടയാളം ശ്വാസോച്ഛ്വാസമാണ്. ആത്മീയ ജീവിതത്തിന്റെ ശ്വാസം പ്രാർത്ഥനയും ആഹാരം ദൈവത്തിന്റെ വചനവുമാണ്. എന്നാൽ ഇന്ന് സഭയിൽ ചടങ്ങുകൾ ഏറി വരികയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയും ബൈബിൾ വായനയും കുറഞ്ഞു പോകുന്നു. യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ കച്ചവടക്കാരെ പുറത്താക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നു. എന്നാൽ ആത്മാവിനെ ചാർജ് ചെയ്യാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാറുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ സ്ക്രീനിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നമ്മൾ ബൈബിൾ ഒന്ന് തുറക്കാനോ 10 മിനിറ്റ് പ്രാർത്ഥിക്കാനോ മടിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയില്ലാത്ത സഭ ശക്തിയില്ലാത്ത സഭയാണ്. ചടങ്ങുകൾ കൊണ്ട് മാത്രം ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയല്ല പ്രിയരെ. ലെറ്റ് us find time to pray and meditate on the word in the presence of God, away from the business of the world. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും നമുക്ക് സമയം കണ്ടെത്തണം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ജീവന്റെ ഉറവിടമായ ദൈവമേ, പ്രാർത്ഥനയില്ലാത്ത തണുത്തുപോയ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ. അങ്ങയുടെ വചനത്തോടുള്ള വിശപ്പ്, പ്രാർത്ഥിക്കാനുള്ള വാഞ്ച ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.